നമസ്കാരം. ലൈഫ് ലൈറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം അഡൽട്ട് ഇമ്മ്യൂണൈസേഷൻ. ഇതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് സൺറൈസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ സീനേഷ് ചന്ദ്രൻ. ഡോക്ടർ, വെൽക്കം. നമസ്കാരം. നമ്മൾ കൂടുതലും പീഡിയാട്രിക് ഇമ്മ്യൂണൈസേഷൻ, കുട്ടികളിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളെ കുറിച്ചാണ് കേട്ടിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ മുതിർന്നവരിലുള്ള കുത്തിവയ്പ്പ്? നമ്മൾ ഈ മുതിർന്നവരിലുള്ള കുത്തിവയ്പ്പ് എന്ന് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ വളരെ അത്ഭുതത്തോടുകൂടെയാണ് കാണുന്നത്. ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന പോലത്തെ കുത്തിവയ്പ്പുകൾ വലിയ ആൾക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അതിനൊരു പ്രസക്തിയുണ്ടോ, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പോൾ അഡൽട്ട് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ അക്സെപ്റ്റഡ് ആയിട്ട് ഇൻ്റർനാഷണലി തന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുന്ന പോലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾക്ക് വലിയ മുതിർന്ന ആൾക്കാരിലും ഒരു പ്രയോജനം ഉണ്ടെന്നുള്ളത് പ്രൂവൺ ആണ്. അപ്പോൾ CDC അല്ലെങ്കിൽ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ എന്ന് പറയുന്ന US-ലും ഒക്കെ ഉള്ള സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഏജൻസീസ് ഉണ്ട്. അവരെല്ലാം ഇതിന് കറക്റ്റായിട്ടുള്ള ഫോർമുലയും അതിനുള്ള ഗൈഡ് ലൈൻസും അതിനുള്ള പ്രോട്ടോകോൾസും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നമ്മുടെ സർക്കാരിൻ്റെ വകയായിട്ട് കൊച്ചുകുട്ടികൾക്കുള്ള ഇമ്മ്യൂണൈസേഷൻ അല്ലാതെ ഒരു അഡൽട്ട് ഇമ്മ്യൂണൈസേഷൻ പ്രോട്ടോകോൾ, അതായത് മുതിർന്ന ആളുകൾക്കുള്ള അഡൽട്ട് ഇമ്മ്യൂണൈസേഷൻ്റെ ഒരു പ്രോട്ടോകോൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നാലും ഇപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയതിന് ശേഷം മിക്കവാറും നമ്മുടെ ഉൾപ്പെടെയുള്ള എല്ലാ ആശുപത്രികളിലും അഡൽട്ട് ഇമ്മ്യൂണൈസേഷൻ ക്ലിനിക്സും അതിനനുസരിച്ചിട്ടുള്ള പ്രോട്ടോകോൾസും ഒക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് കഴിയുന്നിടത്തോളം ഇൻ്റർനാഷണൽ ലെവലിലുള്ള അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ എന്ത് ഇമ്മ്യൂണൈസേഷനാണോ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ഇമ്മ്യൂണൈസേഷൻ പ്രോട്ടോകോളുണ്ട്. അതിനെ ഫോളോ ചെയ്യുകയാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അഡൽട്ട് ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ മുതിർന്നവരിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു പങ്കാണ് വഹിക്കുവാനുള്ളത്. ഈ അഡൽട്ട് ഇമ്മ്യൂണൈസേഷനിൽ എന്തെല്ലാം ടൈപ്പ് ഇമ്മ്യൂണൈസേഷൻസ് ആണ് വരുന്നത്? അല്ല, ഇതിപ്പോൾ അഡൽട്ട് ഇമ്മ്യൂണൈസേഷൻ പല രീതിയിലാണ് നമ്മൾ ചെയ്യുക. ഒന്ന് ഇൻഫ്ലുവൻസ വാക്സിൻ എന്ന് പറയും. ഇൻഫ്ലുവൻസ വാക്സിൻ എന്ന് പറയുന്നത് ഒരു സീസണൽ വാക്സിനാണ്. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്കറിയാവുന്നതുപോലെ എപ്പോഴും ചുമയും കഫക്കെട്ടും റെസ്പിറേറ്ററി പ്രശ്നങ്ങളുമായിട്ട് വരുന്ന രോഗികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ഇൻഫ്ലുവൻസ വൈറസസ് ആണ് സാധാരണ രീതിയിൽ ഈ ഇൻഫെക്ഷൻസ് കൊണ്ടുവരും. ഈ വൈറൽ ഇൻഫെക്ഷൻസിൻ്റെ ഒരു 80% സംഗതി ഇൻഫ്ലുവൻസ വൈറസസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വരുന്ന പോലെയുള്ള സ്വൈൻ ഫ്ലൂവും അതുപോലെ തന്നെ പലതരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷൻസ് H1N1 ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഫ്ലുവൻസ വൈറസസ് ആണ്. അപ്പം ഇൻഫ്ലുവൻസ വൈറസസിൻ്റെ ഉള്ള വാക്സിനേഷൻ എടുക്കുന്നതുകൊണ്ട് ഒരളവ് വരെ ഈ ഒരു ഇമ്മ്യൂണൈസേഷന് 100% ഈ രോഗങ്ങൾക്കുള്ള പ്രൊട്ടക്ഷൻ തരുമെന്ന് ആരും CDC ഉൾപ്പെടെയുള്ള ഒരു ഏജൻസീസും അവകാശപ്പെടുന്നില്ല. പക്ഷേ എന്നാലും അത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഡിസീസ് പ്രിവെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി ആയതുകൊണ്ട് നമ്മൾ കൊടുക്കാൻ തന്നെയാണ് പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ അഡൽട്ട് ഇമ്മ്യൂണൈസേഷനിൽ ഇൻഫ്ലുവൻസ വാക്സിൻ്റെ ഒരു എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണ്. അപ്പോൾ അഡൽട്ട് ഇമ്മ്യൂണൈസേഷനിൽ ഇൻഫ്ലുവൻസ വാക്സിൻ വർഷത്തിൽ ഒരു പ്രാവശ്യം എടുക്കേണ്ട ഒരു വാക്സിനാണ്. പലപ്പോഴും നമ്മളൊരു കോൾഡ് ക്ലൈമറ്റ് വരുന്നതിന് മുമ്പാണ് ഈ വാക്സിൻ കൊടുക്കുക. അപ്പോൾ ഈ കോൾഡ് ക്ലൈമറ്റ്സിലാണ് ഈ സാധാരണ ഇതുപോലത്തെ അസുഖങ്ങളെല്ലാം വരിക. അപ്പോൾ ഇയർലി ഒരു പ്രത്യേക സ്ട്രെയിൻസ് ഓഫ് വാക്സിൻസിനെ നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യും. ഇന്ന വൈറസസ് ആണ് ഈ വർഷം വരാൻ സാധ്യതയുള്ള വൈറസസ് എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് ഈ വാക്സിൻസിൻ്റെ ഫോർമുലേഷൻസിലെല്ലാം വാക്സിൻ ഉണ്ടാക്കുന്ന കമ്പനീസ് അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്തും. ഇന്ന സ്ട്രെയിൻ. അപ്പോൾ ഈ വർഷം നമുക്ക് സ്വൈൻ ഫ്ലൂ വന്നു, അടുത്ത വർഷം നമുക്ക് H1N1 വന്നു, അല്ലെങ്കിൽ ഇതോടെ സംഗതി വന്നു. നമ്മൾ നേരത്തെ തന്നെ ഇതിനൊരു പ്രഡിക്ഷനുണ്ട്. അതനുസരിച്ചിട്ട് ഈ വാക്സിൻസിൻ്റെ സ്ട്രെയിനിനകത്ത് മാറ്റങ്ങൾ വരുത്തും. അപ്പോൾ ഈ വാക്സിൻസ് യൂഷ്വലി ഒരു പർട്ടിക്കുലർ ഇയറിലത്തേക്കാണ് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഈ അഡൽട്ട് ഇമ്മ്യൂണൈസേഷൻ ഇതൊരു സീസണൽ വാക്സിൻ ആയതുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ സീസണിന് മുമ്പായിട്ട്, അതായത് കോൾഡും കഫും ഒക്കെ വരുന്ന അല്ലെങ്കിൽ വിൻ്ററിന് മുമ്പായിട്ടുള്ള സമയത്താണ് സാധാരണ രീതിയിൽ ഈ ഇൻഫ്ലുവൻസ വാക്സിൻ കൊടുക്കുക. ഇൻഫ്ലുവൻസ വാക്സിൻ വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് സാധാരണ രീതിയിൽ എടുക്കേണ്ടത്. റെസ്പിറേറ്ററി പ്രശ്നങ്ങളുള്ളവർ, ഡയബറ്റീസ് ഉള്ളവർ, ഹാർട്ട് ഡിസീസ് ഉള്ളവർ, ക്രോണിക് ഡയാലിസിസ് ഉള്ളവർ, ഇങ്ങനെ ഒരു ഒത്തിരി റിസ്കി പോപ്പുലേഷനിലുള്ളവരും ഇതില്ലാതെ തന്നെ സ്ഥിരമായിട്ട് റെസ്പിറേറ്ററി പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളവരും ആ രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും അലർജിക് എക്സ്പോഷർ ഉള്ളവരും ഒക്കെ എടുക്കുന്നത് നന്നായിരിക്കും. ഓക്കെ. ഇൻഫ്ലുവൻസ വാക്സിൻ അല്ലാതെ വേറെ എന്തെല്ലാം, ഈ സീസണൽ വാക്സിൻസ് അല്ലാതെ വേറെ എന്തെല്ലാം ടൈപ്പ്? വേറെ പല ടൈപ്പ് ഓഫ് വാക്സിൻസ് ഉണ്ടല്ലോ. ഇപ്പം നമ്മളൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിൻ്റെ കാര്യം തന്നെ എടുക്കാം. അപ്പോൾ ഒരു ഡോക്ടർ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരാളും MBBS പാസ്സായി അല്ലെങ്കിൽ മെഡിസിൻ പാസ്സായി ഹോസ്പിറ്റലിലോട്ട് ജോലിക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് ഒരു കോഴ്സിന് പഠിക്കാൻ പോവുകയാണ്, ഒരു നേഴ്സ് പുതുതായിട്ടൊരു ജോലിക്ക് വരുവാണ്, അല്ലെങ്കിൽ അവരുടെ കോഴ്സ് കഴിഞ്ഞിട്ട് വരുവാണ്. അപ്പോൾ ടെക്നീഷ്യൻസ്, ലാബ് ടെക്നീഷ്യൻസ് ഉണ്ടാവും, ചിലപ്പം ഫ്രണ്ട് ഓഫീസിൽ ജോലി ചെയ്യുന്നവർ, ഹോസ്പിറ്റൽ എൻവയോൺമെൻറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ വരാൻ സാധ്യതയുള്ള അസുഖങ്ങളുണ്ട്, മനസ്സിലായില്ല. അപ്പോൾ അവർക്കെല്ലാം എക്സ്പോഷർ റിസ്ക് എന്ന് പറയും. അപ്പോൾ ആ റിസ്ക് ഉള്ള വാക്സിൻസ് നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് A,
ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് വാക്സിൻസ്, ഇതെല്ലാം സാധാരണ രീതിയിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് വളരെ അത്യാവശ്യമായിട്ടുള്ള സംഗതികളാണ്. അതുകൊണ്ടാണ് ഈ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ എല്ലാം നമുക്കിപ്പോൾ മാൻഡേറ്ററി ആണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ സാധാരണ രീതിയിൽ HR പോളിസീസിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. ഇന്ന വാക്സിൻ എടുത്തിട്ടുണ്ടോ. അപ്പോൾ സാധാരണ രീതിയിൽ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ആണെങ്കിൽ അതിന് സാധാരണ രീതിയിൽ വൈറൽ മഞ്ഞപ്പിത്തത്തിനെതിരായിട്ട് കൊടുക്കുന്ന വാക്സിനാണ്. അത് ആർക്ക് വേണമെങ്കിലും എടുക്കാമെന്നുള്ള ഒരു വാക്സിനാണ്. അത് ഈ ഒരു പ്രൊഫഷണലുമായിട്ട് ബന്ധമുണ്ടാവണമെന്നില്ല. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് ബി അതുപോലെയല്ല, നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്, ബ്ലഡ് പ്രോഡക്ട്സ് ഹാൻഡിൽ ചെയ്യുന്നവർ, ഹോസ്പിറ്റലും ചെയ്യുന്നവർ, ഇവർക്ക് എല്ലാവർക്കും ഹെപ്പറ്റൈറ്റിസ് ബി ആവശ്യമാണ്. അതിന് ഒരു വൈറൽ ടൈറ്റർ എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട്, ഒരു ബ്ലഡ് ടെസ്റ്റാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് എത്ര വൈറൽ ലോഡ് ഉണ്ടെന്ന് നോക്കിയിട്ട് ഒരു 3 സാധാരണ രീതിയിൽ ഡോസേജസ് ആയിട്ട് കൊടുക്കും. ആദ്യത്തെ ഡോസ് ഈ പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ 1 മാസം കഴിയുമ്പോൾ രണ്ടാമത്തെ ഡോസ് കൊടുക്കും. പിന്നെ 6 മാസം കഴിയുമ്പോഴത്തേക്കും കൊടുക്കും. പിന്നെ ഒരു ബൂസ്റ്റർ ഡോസിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ചിലപ്പോൾ വേറെ ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഇത് എടുത്തിട്ടുണ്ടാവും. പിന്നെ രണ്ടാമതൊരു സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ വാല്യൂ ബൂസ്റ്റർ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം നോക്കിയിട്ടാണ് സാധാരണ രീതിയിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ. ഇത് നമ്മുടെ നാട്ടിൽ, വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് മാൻഡേറ്ററി ആണ്. നമ്മുടെ നാട്ടിൽ ഇതിപ്പോൾ മാൻഡേറ്ററി ആണ്, നമ്മൾ ആക്കി വരുന്നുണ്ട്. ഇപ്പം കുറേ ദിവസം കഴിയുമ്പോഴത്തേക്കും മെഡിസിൻ ഒരു ഇവോൾവിംഗ് സയൻസ് ആണല്ലോ. ഇന്നത്തെ കാര്യങ്ങളല്ലല്ലോ നാളത്തെ ശരി. അപ്പം ഓരോ ദിവസവും നമ്മൾ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു, പുതിയ കാര്യങ്ങൾ നമ്മുടെ നോളജ് അപ്ഡേറ്റഡ് ആവുന്നു. അങ്ങനെയാണല്ലോ നമ്മുടെ എല്ലാ ഗൈഡ് ലൈൻസും മാറുന്നത്. നമുക്ക് കുറച്ച് മുമ്പ് സിഗ്നിഫിക്കൻ്റ് അല്ലാതിരുന്ന പല സാധനങ്ങളും ഇപ്പം നമ്മൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമല്ല. നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം വൈറ്റമിൻ ഡിയുടെ അളവിലുണ്ടാകുന്ന വ്യത്യാസം എന്തൊക്കെ അസുഖങ്ങൾക്ക് കാരണമാകുമെന്നുള്ള കാര്യം കഴിഞ്ഞ 10 വർഷത്തിനകത്ത് വന്ന സയൻസാണ്. 10 വർഷം മുമ്പ് നമ്മൾ ആരാണ് വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക? അല്ലെങ്കിൽ 40 വർഷം മുമ്പ് ഡെലിവറി ചെയ്തിട്ടുള്ള ഏത് സ്ത്രീക്കാണ് നമ്മൾ ഡയബറ്റീസിന് സ്ക്രീൻ ചെയ്തിട്ടുണ്ടാവുക? അപ്പം ഒരു മെഡിസിൻ ഒരു ഇവോൾവിംഗ് സയൻസാണ്. പുതുതായിട്ട് വരുന്ന നോളജ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ വാക്സിൻ്റെ കാര്യത്തിലും നമുക്ക് നമ്മുടെ നോളജ് അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് വാക്സിൻസ് എടുത്തിട്ട് അങ്ങോട്ട് ചെല്ലാവുള്ളൂ എന്ന് അവർക്ക് റൂൾസ് ഉണ്ട്. എന്തെല്ലാമാണ് ആ വാക്സിൻ? അത് ഡിപ്പെൻസ് അപ്പോൺ വിച്ച് കൺട്രി, നമ്മൾ ഏത് രാജ്യത്തോട്ട് പോകുന്നതെന്നുള്ളതിനനുസരിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ആഫ്രിക്കൻ കൺട്രീസിലോട്ട് പോകുകയാണെങ്കിൽ യെല്ലോ ഫീവർ വാക്സിൻ ഇമ്പോർട്ടൻ്റ് ആണ്. യെല്ലോ ഫീവർ വാക്സിൻ ശരിക്കും നമ്മൾ പോർട്ടിലും ഒക്കെ അവിടെ ചെന്നിട്ട് സ്പെഷ്യലായിട്ട് സാങ്ഷൻ വാങ്ങിച്ചിട്ട് ചെയ്യേണ്ട ഡിസ്റ്റിങ്ങാണ്. പക്ഷേ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ യൂറോപ്പിലോട്ട് പോകാണ് ഫോർ ഒരു വിസിറ്റിലാണെന്ന് വിചാരിക്കുക. വാക്സിൻസിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും ഷെൻഗൻ വിസയൊക്കെ എടുക്കുന്നവർക്കൊന്നും അതിനകത്ത് ഇല്ല. നമുക്ക് ഇന്ന സാധനങ്ങൾ വേണമെന്ന് മാൻഡേറ്ററി അല്ല. പക്ഷേ നമ്മളിപ്പോൾ ആഫ്രിക്കയിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് യെല്ലോ ഫീവറിനുള്ള സാധ്യത കൂടുതലാണ്. അതായത് എൻഡമിക് ഏരിയാസിലോട്ട് അല്ലെങ്കിൽ രോഗം ഉള്ള ഏരിയാസിലോട്ട് രോഗം ഇല്ലാത്ത സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ പോകുമ്പോൾ അവർക്കാണ് അങ്ങനെയുള്ള ട്രാവൽ വാക്സിൻസ് കൊടുക്കുക. അപ്പോൾ അതിപ്പോൾ യെല്ലോ ഫീവർ വാക്സിൻ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ എടുത്തെടുക്കാൻ, എസ്പെഷ്യലി ആഫ്രിക്കയിലോട്ടൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരുമ്പോൾ അവർ സാധാരണ രീതിയിൽ യെല്ലോ ഫീവർ വാക്സിൻ എടുക്കാൻ വരും. അപ്പോഴത്തേക്കും നമ്മൾ സാധാരണ രീതിയിൽ പോർട്ടിൽ അല്ലെങ്കിൽ സ്റ്റേഷൻ മാനേജർക്കാണ് അതിനുള്ള ഉത്തരവാദിത്തമുള്ളത്. അപ്പോൾ അവിടുത്തെ മെഡിക്കൽ ഓഫീസറിന് ലെറ്റർ കൊടുത്താൽ മതി. സോ ദേ വിൽ ഡു ദാറ്റ്. അപ്പോൾ ഇതിനിപ്പോൾ പല കൺട്രീസിനും കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇപ്പോൾ ചില കൺട്രീസിൻ്റെ വിസ വേണമെങ്കിൽ തന്നെ ഇപ്പം നമ്മൾ US വിസയിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇൻഫ്ലുവൻസ വാക്സിൻ നമ്മൾ എടുത്തിട്ടുണ്ട്, നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ കാർഡ്, നമ്മുടെ കുഞ്ഞു പ്രായം തൊട്ടുള്ള BCG എടുത്തോട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ അതിന് തന്നെ ചില ടെസ്റ്റുകൾ അവർ പറയും ഇത്ര വൈറൽ ടൈറ്റർ ഇത്ര ഉണ്ടോ. അപ്പോൾ ചില പ്രൊഫഷണൽസിനും അതുപോലെ ഉണ്ട്. അപ്പോൾ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഫ്രം കൺട്രി ടു കൺട്രി. ഓരോ രാജ്യത്തു നിന്ന് വേറെ രാജ്യത്തോട്ട് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ അവിടെയും വരാം. ഈ കുട്ടികളിൽ ഇത് എഫക്റ്റീവ് ആവുന്നത് പോലെ തന്നെ അഡൽട്ട്സിലും ഈ വാക്സിനേഷൻസ് എത്രത്തോളം എഫക്റ്റീവ് ആണ്? വാക്സിനേഷൻസ് കുട്ടികളിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അഡൽട്ട് വാക്സിൻസിൻ്റെ ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്റ്റഡി നമുക്ക് എത്രത്തോളം പ്രിവെൻറ്റീവ് ആണെന്നുള്ള വന്നിട്ടില്ലെങ്കിൽ പോലും ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയത് നമ്മുടെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ വർഷം 100 പേർക്ക് നമ്മൾ ഈ ഇൻഫ്ലുവൻസ വാക്സിൻ കൊടുത്തിട്ട് അവരുടെ നമ്പർ ഓഫ് ഹോസ്പിറ്റലൈസേഷൻസ് നോക്കി. അപ്പോൾ എത്ര പ്രാവശ്യം ഈ വർഷം അവർ എത്ര പ്രാവശ്യം വന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിട്ടുണ്ട് റെസ്പിറേറ്ററി പ്രോബ്ലംസുമായിട്ട്, കഴിഞ്ഞ വർഷം എത്ര പ്രാവശ്യം വന്ന് അഡ്മിറ്റഡ് ആയിട്ടുണ്ടെന്നുള്ളത് നോക്കുമായിരുന്നു. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. എസ്പെഷ്യലി 80 to 85% ഡിക്രീസ് ഇൻ ഹോസ്പിറ്റലൈസേഷൻ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളിൽ വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ന്യൂമോണിയയെക്കുറിച്ച് വാക്സിൻ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ന്യൂമോണിയ വാക്സിൻസ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പലർക്കും അറിയില്ല. സ്ട്രെപ്റ്റോകോക്കൽ ന്യൂമോണിയയ്ക്ക് മാത്രമല്ല, സ്ട്രെപ്റ്റോകോക്കൽ അണുബാധ ഒഴിവാക്കാനായിട്ട് അതിനുള്ള വാക്സിൻസ് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഡയബറ്റീസ് ഉള്ള ഒരാളിന്
പ്രമേഹം ഒരു രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുന്ന അവസ്ഥയായിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ മനസ്സിലാക്കുക. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് പിന്നെയും ഇതുപോലത്തെ അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഷോട്ട് ഓഫ് ന്യൂമോകോക്കൽ വാക്സിൻ അല്ലെങ്കിൽ 2 ഷോട്ട് ഓഫ് ന്യൂമോകോക്കൽ വാക്സിൻ അത് തന്നെ നമുക്ക് ഈ ഒരു നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ന്യൂമോണിയ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി അക്വയർഡ് ന്യൂമോണിയയ്ക്ക് എതിരായിട്ട് ഉള്ള പ്രിവെൻഷൻ നമുക്ക് കിട്ടും. ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവർക്കൊന്നും വാക്സിനേഷൻ എഫക്റ്റീവ് അല്ല എന്ന് കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം നമുക്ക് ചില അസുഖങ്ങൾ ഇപ്പം ഫോർ എക്സാമ്പിൾ പ്രഗ്നൻസിയിൽ പല വാക്സിൻസും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. വാക്സിൻസ് ഉണ്ടാക്കുന്നത് ശരീരത്തിലൊരു പ്രതിപ്രവർത്തനമാണ്. അത് ചില രീതിയിൽ ഇപ്പം നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ശരീരത്തിനെതിരായിട്ട് പ്രതികരിക്കുന്ന അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്നുള്ളത്. അപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന വാക്സിനേഷൻസ് അതിനകത്തുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ക്ലിനിക്കൽ മെക്കാനിസംസ് ട്രിഗർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം സാധാരണ രീതിയിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ വാക്സിനേഷൻസ് തന്നെ വളരെ കെയർഫുള്ളായിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഡിപ്പെൻഡ്സ് ഓൺ ബെനിഫിറ്റ്സ് ആൻഡ് റിസ്ക് റേഷ്യോ വെച്ച് മാത്രം നോക്കിയിട്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ മിക്കവാറുമുള്ള പല വാക്സിനേഷൻസും നമ്മൾ കൊടുക്കാറില്ല. ബിക്കോസ് അതിൻ്റെ ട്രാൻസ്മിഷൻ ഫീറ്റൽ ട്രാൻസ്മിഷൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പം ഈ അഡൽട്ട് ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ ഏത് ഇമ്മ്യൂണൈസേഷൻ ഫോർ ദാറ്റ് മാറ്റർ അതൊരു റാൻഡമായിട്ട് ചുമ്മാ ചെയ്യേണ്ട ഒരു കാര്യമല്ല. അതിനൊരു ഫിസിഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറിൻ്റെ അല്ലെങ്കിൽ ഒരു പീഡിയാട്രീഷ്യൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു അസസ്മെൻറ്റ് വേണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് അഡൽട്ട് ഇമ്മ്യൂണൈസേഷൻ പ്രോട്ടോകോൾ ഉണ്ടാവും. ഏതൊക്കെയാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് വാക്സിനേഷൻ? അല്ലേ ഫോർ ദാറ്റ് മാറ്റർ എല്ലാ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയുന്ന ഒരു വലിയ ഹോസ്റ്റ് ഓഫ് ഒരു വലിയൊരു സംഭവമാണ്. അതിനകത്ത് തന്നെ നമുക്ക് SLE ഉണ്ട്, പല ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് ഉണ്ട്, ക്യൂട്ടേനിയസ് ആയിട്ട് വരുന്ന സാധനങ്ങളുണ്ട്, അപ്പം സ്കിന്നിനുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം പല ടൈപ്പ് ഓഫ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ട്. ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എല്ലാ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിനും ഒരു വാക്സിൻ കൊടുക്കാൻ അങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ദാറ്റ് ഡിപ്പെൻസ് ഓൺ വാട്ട് എക്സാക്ട്ലി ഇത് വേണ്ട പേഷ്യൻറ്റിന് എന്തൊക്കെ സംഗതികൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ഇത് ചെയ്യാം. പിന്നെ സാധാരണയായിട്ട് ചോദിക്കുന്ന ചിക്കൻ ബോക്സ് വാക്സിൻ എനിക്ക് തോന്നുന്നു നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമായിരിക്കാം. അപ്പം ഈ ചിക്കൻ ബോക്സ് വാക്സിൻ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വാക്സിനാണ് ചിക്കൻ ബോക്സ് വാക്സിൻ. അതിന് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും പക്ഷേ അതൊരു നമുക്ക് തരുന്ന ബെനിഫിറ്റ് ഭയങ്കരമാണ്. പക്ഷേ നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾഡ് ഒരിക്കലും ചിക്കൻ ബോക്സ് വാക്സിൻ കുട്ടികളുടെ ഇടയിലും വന്നിട്ടില്ല. 50 വയസ്സാകുന്ന ഒരാളിന് സാധാരണ രീതിയിൽ പിന്നെ ചിക്കൻ ബോക്സ് വരാനുള്ള സാധ്യത സാധാരണ രീതിയിൽ കുറവാണ്. കാരണം എന്ന് പറഞ്ഞാൽ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. ഒരു പ്രാവശ്യം വന്ന ഒരാളിന് രണ്ടാമത് വരാത്ത ഒരു അസുഖമാണ് ചിക്കൻ ബോക്സ്. പക്ഷേ ബാക്കിയുള്ളവർക്ക് ഇത് എടുക്കുന്നതുകൊണ്ട് പ്രയോജനമുണ്ട്. പക്ഷേ പലരും എങ്ങനെയാണ് ചിക്കൻ ബോക്സിൻ്റെ വാക്സിൻ എടുക്കാൻ വരിക എന്ന് വിചാരിച്ചാൽ ഒന്നിൽ വീട്ടിൽ ആർക്കെങ്കിലും ചിക്കൻ ബോക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഓഫീസിൽ ആർക്കെങ്കിലും ഉണ്ടാവും. അതുമായിട്ട് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് വാക്സിൻ എടുക്കാൻ വരിക. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വാക്സിൻ കൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. കാരണം ഇത് എടുത്തു കഴിഞ്ഞാൽ പോലും അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പോലും ഒരിക്കലും ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു 100% പ്രിവെൻഷൻ ഓഫ് ഡിസീസസ് എന്ന് പറയുന്ന ഒരു സംഗതി ഇമ്മ്യൂണൈസേഷൻ ഇല്ല. സോ സ്റ്റിൽ ഒരു നല്ലൊരു പ്രയോജനം കിട്ടണമെങ്കിൽ ആ ഒരു സംഗതി വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മൾ എക്സ്പോസ്ഡ് ആവുന്നതിന് മുമ്പ് ചിക്കൻ ബോക്സ് വാക്സിൻ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്താണ് ഈ HPV ഇമ്മ്യൂണൈസേഷൻ? ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഒന്ന് പിനൈൽ ക്യാൻസർ, പീനിസിലുണ്ടാകുന്ന ക്യാൻസേഴ്സ്, മെയിലിൽ സ്ത്രീക്ക് ഗർഭാശയം മുതൽ അല്ലെങ്കിൽ സെർവിക്കൽ ക്യാൻസർ, ജെനിറ്റൽ വാർഡ്സ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്കെല്ലാം HPV വൈറസസുമായിട്ടൊരു ബന്ധമുണ്ട്. അപ്പോൾ HPV വാക്സിൻ ഇത് ഒരു നല്ലൊരു സംഗതിയായിട്ട് ഇപ്പം ഗൈനക്കാരെല്ലാം നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് ഒത്തിരി പ്രയോജനങ്ങളുണ്ട്. HPV വാക്സിൻ ക്യാൻ ബി ടേക്കൺ ഈ പറഞ്ഞ അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അങ്ങനെയുണ്ട്. അത് ഡിപ്പെൻസ് ഓൺ ലൈക്ക് ചില ആൾക്കാർക്ക് ഇപ്പം നമ്മൾ പല പ്രാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നെ അത് കൊടുത്തിട്ട് കാര്യം ഉണ്ടാവത്തില്ല. അല്ലാതെ ഒരു തരത്തിൽ ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കാണ് സാധാരണ രീതിയിൽ ഗൈനക്കോളജിക്കാർ റെക്കമെൻഡ് ചെയ്യുക. ഈ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിന് മഞ്ഞപ്പിത്തം വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള പേഷ്യൻസിന് എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള ഇമ്മ്യൂണൈസേഷൻസ് ഉണ്ടോ? നമ്മളൊരാൾ ഡയാലിസിന് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അങ്ങനെ ഡയാലിസിസ് വേണ്ടിയൊന്നുമില്ല. മിക്കവാറും ഒരു എൽഡർലി പേഴ്സൺ ആയിരിക്കും. എന്തെങ്കിലും ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ ഇതേപോലത്തുള്ള ക്രോണിക് എലിമെൻറ്റ്സ് വേറെ ഉണ്ടാവും. മൾട്ടിപ്പിളായിട്ട് മരുന്നുകൾ കഴിക്കുന്നുണ്ടാവും. പല പ്രാവശ്യം ഹോസ്പിറ്റൽസിലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ റിക്വയർ ഉണ്ടാവും. ഇതിനകത്തൊരു നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അനീമിയ ഓഫ് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അനീമിയ ഓഫ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത് രക്തക്കുറവ് വരുന്നതിൻ്റെ ഒരു കാരണം തന്നെ കിഡ്നി ഫെയിലിയറാണ്. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ അനീമിയ കറക്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഇദ്ദേഹം തന്നെ
പല ഹോസ്പിറ്റൽസിൽ നിന്നും ചിലപ്പം അതിനുള്ള ഇഞ്ചെക്ഷൻസോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസോ ബ്ലഡ് പ്രോഡക്ട്സോ ഇങ്ങനെയുള്ളതൊക്കെ എടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെയുള്ള ഒരാൾ വരുമ്പോഴത്തേക്ക് ആദ്യം വേണ്ടത് നമ്മൾ സ്ക്രീനിങ് ആണ്. ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ അസുഖങ്ങൾ എന്തെങ്കിലും ഓൾറെഡി ഉണ്ടോ, ഹെപ്പറ്റൈറ്റിസ് എയോ ഹെപ്പറ്റൈറ്റിസ് ബി. ഹെപ്പറ്റൈറ്റിസ് എയും ബിയും ഒക്കെ വരാനുള്ള സാധ്യത കുറച്ച് കുറവാണ് സാധാരണ രീതിയിലെ ഡയാലിസിസ് പേഷ്യൻസിൽ. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് സി വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ ഇതിൻ്റെ ടെസ്റ്റുകളായിരിക്കും ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് ഈ ഡയാലിസിന് പോകുന്ന ആളിനുണ്ടോ ഉണ്ടെങ്കിൽ. ഇപ്പോൾ ഒരാളിന് ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ടെന്ന് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുക, അങ്ങനെയുള്ള ഒരാളിനെ നമ്മൾ ഡയാലിസ് ചെയ്യാതിരിക്കുന്നില്ല. അതിന് നമ്മൾ പ്രത്യേകമായിട്ടുള്ള മെഷീൻസ് മിക്കവാറും എല്ലാ ഹോസ്പിറ്റൽസിലും ഉണ്ട്. അപ്പോൾ ചില മെഷീൻസ് വിൽ ബി ഡെഡിക്കേറ്റഡ് ടു ഹെപ്പറ്റൈറ്റിസ് സി പോസിറ്റീവായിട്ടുള്ള പേഷ്യൻസിന് വേണ്ടി മാത്രമായിട്ട് ഡയാലിസ് ചെയ്യാനായിട്ടുള്ള ഡയാലിസിസ് മെഷീൻ ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അങ്ങോട്ട് വിടും. അല്ലെങ്കിൽ റുട്ടീനായിട്ട് ഈ എല്ലാ ഹെപ്പറ്റൈറ്റിസിനെതിരായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളും ഡയാലിസിന് പോകുന്ന എല്ലാ പേഷ്യൻസിനും മാൻഡേറ്ററി ആയിട്ട് കൊടുക്കാറുണ്ട്. അത് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ അത് സ്ക്രീൻ ചെയ്ത് നോക്കിയിട്ട് വേണം ഓൾറെഡി ഈ പ്രോബ്ലം ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം. പിന്നെ ഈവൻ എമർജൻസി ഡയാലിസിസ് ആണുള്ള സിറ്റുവേഷനിൽ വന്നാൽ പോലും ഇപ്പോൾ സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് ഈ ടെസ്റ്റുകളൊന്നും നോക്കാതെ നമ്മൾ ഒരാളിനെയും ഡയാലിസ് ചെയ്യത്തില്ല. കാരണം ഡയാലിസിസ് മെഷീൻ നിങ്ങൾക്കറിയാമെന്നുള്ളത് പോലെ ഓരോരുത്തർക്കും മാറ്റി മാറ്റി ഉപയോഗിക്കാൻ പറ്റുന്ന ഡിസ്പോസിബിൾ മെഷീൻ അല്ലല്ലോ. ഇറ്റ്സ് എൻ എക്സ്പെൻസീവ് അഫെയർ. അതുകൊണ്ട് നമുക്കത് നോക്കിയതിന് ശേഷം മാത്രമേ എല്ലാ പേഷ്യൻസും ഈ പറയുന്ന കാര്യങ്ങളിൽ സ്ക്രീൻഡ് ആണ്. ഓക്കെ. ഈ കുട്ടികളിൽ അത്ര മാൻഡേറ്ററി അല്ലെങ്കിൽ നമ്മൾ ടൈഫോയിഡിന്റെ വാക്സിനേഷൻ എടുത്തു വരാറുണ്ട്. ഇത് അഡൽട്ടിൽ എത്രത്തോളം? അഡൽട്ട് ഇമ്മ്യൂണൈസേഷനിൽ ടൈഫോയിഡിന് റോളുണ്ട്. ടൈഫോയിഡ് വാക്സിൻ കൊടുക്കാം, ടൈഫോറിൽ കൊടുക്കാം. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതൊരു സാധാരണ രീതിയിൽ ഫുഡിൽ നിന്നോ അല്ലെങ്കിൽ ഫുഡ് ഹാൻഡിലേഴ്സിൽ നിന്ന് വരുന്ന ഒരു അസുഖമാണ്. അപ്പം ബേസിക്കലി അതിൻ്റെ പ്രിവെൻഷൻ എന്ന് പറയുന്നത് വാക്സിനേക്കാളും കൂടുതൽ പേഴ്സണൽ ഹൈജീൻ ആൻഡ് ഫുഡ് ഹൈജീൻ എന്നുള്ള കാര്യങ്ങൾ പറയാം. അതുകൊണ്ടാണ് ഇപ്പം ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് മുനിസിപ്പാലിറ്റിയൊക്കെ നമ്മളെടുത്ത് പറയുമല്ലോ, അവരടുത്ത് നിങ്ങൾ എത്ര ആൾക്കാരെ എംപ്ലോയ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അവരെയൊക്കെ നമ്മൾ ടൈഫോയിഡിന് വേണ്ടി സ്ക്രീൻ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വാക്സിനേഷൻ എന്നുള്ളതിനേക്കാളും കൂടുതൽ പ്രിവെൻഷനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈ 50 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമായിട്ട് എന്തെങ്കിലും സ്പെസിഫിക് വാക്സിനേഷൻ? അല്ല, 50 വയസ്സിന് വാക്സിനായി മുകളിലുള്ള ആൾക്കാർക്ക് വാക്സിൻ്റെ ആവശ്യം കൂടുതൽ വരണത് അവർ റിസ്കി പോപ്പുലേഷൻ ആയതുകൊണ്ടാണ്. അതായത് ഇപ്പം നമ്മൾ 45 വയസ്സുള്ള ഒരാളിന് ഒരു ഓഫീസിൽ പോകുന്ന ഒരാളുടെ കാര്യം എടുക്കും, അദ്ദേഹത്തിന് അറ്റ് മാക്സിമം വരാൻ പറ്റുന്നത് ഒരു ഇൻഫ്ലുവൻസ സംഗതികളാണ്. അപ്പം അങ്ങനെയുടെ റിസ്ക് പ്രൊഫൈൽ എന്ന് പറയും, അസുഖം വരാനുള്ള സാധ്യത അദ്ദേഹത്തിന് കുറവാണ്. മനസ്സിലായില്ല. പക്ഷേ 45-50 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഓരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആരെയാലും ആ പ്രശ്നങ്ങൾ വന്നു തുടങ്ങും. ഡയബറ്റീസ് ഉണ്ടാവാം, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം, എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടാവാം. മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം 50 വയസ്സെന്നുള്ള ഒരു കട്ട് ഓഫ് അതിനകത്തില്ല. എൽഡർലി എന്ന് പറയുന്ന ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കും നമുക്ക് അസുഖങ്ങളുടെ ബാക്ക്ലോഗ് വന്നു തുടങ്ങുന്ന ഒരു കാലമാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് കൂടുതൽ ഇമ്മ്യൂണൈസേഷനെ കുറിച്ചിട്ടുള്ള ഉത്കണ്ഠയും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം. ഈ ചിക്കൻ പോക്സിന്റെ വാക്സിനേഷൻ എടുക്കണം നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് എങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് വർഷത്തിൽ ഒരിക്കൽ എടുക്കണോ അതെയോ? ഇല്ല, ഒരു ഷോർട്ട് ഓഫ് വാക്സിനേഷൻ കൊണ്ട് തന്നെ നമുക്കത് ചെയ്യാം. പിന്നെ അത്യാവശ്യമുള്ള സിറ്റുവേഷൻസിൽ ചില പർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ അതിൻ്റെ ഡോസേജസിലൊക്കെ മാറ്റം വരാം. സിംഗിൾ ഡോസ് വാക്സിൻ കൊണ്ട് തന്നെ ചിക്കൻ ബോക്സ് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് പ്രിവെന്റ് ചെയ്യാം. അതുപോലെ തന്നെയാണല്ലോ HPV വാക്സിനേഷൻ. HPV വാക്സിനും അതുപോലെ തന്നെ നമുക്ക് എടുക്കാവുന്ന വാക്സിനാണ്. ദാറ്റ് ഓൾസോ ഞാൻ പറഞ്ഞല്ലോ, ചില സാഹചര്യങ്ങളിൽ ചില വാക്സിൻസ് കൊടുക്കാൻ പറ്റില്ല. അതിന് നിങ്ങളുടെ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അതിനാണ് ഇതിന് ഒരു പ്രോട്ടോക്കോളും നമുക്കൊരു ക്ലിനിക്കും ഒക്കെ ഉള്ളത്. ഇപ്പം പർട്ടിക്കുലറായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ കൃത്യമായിട്ട് ഒരു അഡൽട്ട് ഇമ്മ്യൂണൈസേഷൻ ക്ലിനിക്ക് തന്നെ ഉണ്ട്. അപ്പം അഡൽട്ട് ഇമ്മ്യൂണൈസേഷൻ ക്ലിനിക്കിൽ ചെയ്യുന്ന ഒരു സംഗതി എന്നാന്ന് പറഞ്ഞാൽ ഇന്ന പർട്ടിക്കുലർ ആളിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അതിൻ്റെ അസസ്മെന്റ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് ഏതൊക്കെ വാക്സിൻസ് വേണമെന്നുള്ള കാര്യം തീരുമാനിക്കാൻ പറ്റുക. അപ്പോൾ ഇതിനകത്തൊരു ജനറലൈസ്ഡ് പരിപാടിയില്ല. അപ്പോൾ ഇതനുസരിച്ചിട്ട് ആ പ്രൊഫൈൽ അനുസരിച്ചിട്ടാണ് അദ്ദേഹത്തിനുള്ള വാക്സിനേഷൻസ് ഏതൊക്കെയാണെന്നുള്ള തീരുമാനം വരിക. ശരിക്കും എനിക്കും ഒക്കെ ഈ അഡൽട്ട് ഇമ്മ്യൂണൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൂടെ ഒതുങ്ങിയിരുന്നത് ഇൻഫ്ലുവൻസ വാക്സിനേഷനിൽ മാത്രമായിരുന്നു. പക്ഷെ അതിലുപരി ഒരുപാട് വാക്സിനേഷൻ ഉണ്ടെന്ന് സാറ് നമുക്ക് പറഞ്ഞു തന്നു. ഒരുപാട് നന്ദി. ലൈഫ് ലൈറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലൂടെ നമുക്ക് ഇനിയും കാണാം. നന്ദി, നമസ്കാരം.